ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുന്നേ ഞാൻ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് നോക്കിയിട്ടാ. പൊതുവെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് മാത്രമാണ് പോകാറുള്ളത്. മേക്കപ്പ് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പം കുറേ വീഡിയോസിലൊക്കെ നമ്മൾ സ്റ്റുഡിയോയിലെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂസും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു, എന്നാൽ 1 2 3 നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എടുത്ത സാധനങ്ങളാണ് ഇത് മൂന്നും. അപ്പം ഇത് മൂന്നുമാണ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. ആകെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാജലും ഐലൈനറും, വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇത് രണ്ടാണ് എടുത്തത്. പിന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ടപ്പോൾ ജസ്റ്റ് എടുക്കാമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. ഇത് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി പറയാം, വെയിറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഐലൈനറിനെയും കാജലിനെയും കുറിച്ചാണ്. അപ്പം ഇതാണ് ഐലൈനർ വന്നിട്ട്, ഇതിന് 99 റേറ്റ് വരുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് തുറക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലാക്മേയുടെ ആണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇതിലാണ് ഉണ്ടാവുക. ഇത് ബ്രഷാണ്. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഇത് തുറന്നെടുത്ത് ഇതിൻ്റെ ബ്രഷ് നോക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. കേട്ടോ, അടുത്ത് വരുമ്പോൾ വലുതാവുമല്ലോ. അപ്പോൾ ഇത് നല്ല തിന്നായിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ വിങ്സൊക്കെ ഇട്ടിട്ട് കണ്ണെഴുതുന്നവരാണെങ്കിൽ അവർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആവും. കാര്യം നല്ല എന്താ പറയുക, നേർത്തതായതുകൊണ്ട് തന്നെ, ഇങ്ങനെ തിന്നായിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നല്ലപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 99 കേട്ടോ. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫും ആണ്. വലിയതായിട്ട് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല, ലാക്മേയുടെ അത്രയും വാട്ടർ പ്രൂഫ് അല്ല. ലാക്മേയുടെ എത്രയാണ് റേറ്റ് എന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ ഈ 99 കൊടുക്കുന്നതിന് ഈ സാധനം വെർത്താണ് കേട്ടോ. കാര്യം അത്രയ്ക്കും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും പോകുന്നില്ല, കുറച്ച് നേരം അയച്ചുകൊണ്ടിരിക്കുമ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊക്കെ കരയാൻ പോവില്ല. അപ്പോൾ അടുത്തത് പറയാനുള്ളത് കാജലാണ് കേട്ടോ. ഈ കാജലിൻ്റെ റേറ്റ് വരുന്നത് 79. 79 വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ഹിമാലയയുടെ കാജലാണ്. അതിനെ സംബന്ധിച്ച് എത്ര 50 അങ്ങനെ എത്രയോ റേറ്റ് വരുന്നുള്ളൂ, 50 അങ്ങനെ എത്രയോ റേറ്റ് വരുന്നുള്ളൂ. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വർത്തായിട്ട് തോന്നുന്നില്ല. കാര്യമുണ്ടല്ലോ, ഇത് ആദ്യം ഒരു കഷ്ണം പൊട്ടിപ്പോയി, പിന്നെ ഒരു കഷ്ണം കൂടി ഇതാ പൊട്ടിപ്പോയി. ഞാനിത് 2 3 പ്രാവശ്യം ഇത് യൂസ് ചെയ്തു കേട്ടോ. അതാ ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ തോന്നുന്നുണ്ട്, കേട്ടോ, പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഞാൻ എവിടേക്ക് ഒപ്പിച്ച് വെച്ചതാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതോ അങ്ങനെ ഇത് വേഗം പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് സാധനമാണ്. ഇതിപ്പോൾ ഞാൻ കിടക്കട്ടെ, 2 തേക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ, അപ്പോൾ ഇത് ഇട്ട സമയത്ത് എനിക്ക് 2 3 പ്രാവശ്യം എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ തുരുതുരാ വെള്ളം പോകുന്നുണ്ടായത്. കാറ്റെല്ലാം അടിക്കുമ്പോൾ, നമ്മൾ വണ്ടിയിലെല്ലാം പോകുമ്പം കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കരയുന്ന പോലെ ഉണ്ടത്. കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് 2 ദിവസമെല്ലാം ഉണ്ടായിനി. അതേ സെയിം അവസ്ഥ എനിക്ക് ഫാൻ ഇടുമ്പോഴും പിന്നെ വെയിലത്ത് നോക്കുമ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന അവസ്ഥ. അപ്പോൾ എനിക്ക് ഹിമാലയയുടെ ഒന്നും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കാജലല്ല, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ, കൺമഷി ഉണ്ടല്ലോ, അപ്പം അത് ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പം അങ്ങനെ ഒരു കണ്ണിന്ന് ഒരു നീറ്റൽ ഉണ്ടാവാറുണ്ട്. അത് വീട്ടിൽ നിന്ന് ആക്കുന്നതുകൊണ്ട് എണ്ണയുടെ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ചെറുങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ കൺമഷി ഒന്നും യൂസ് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഇത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷെ ഇപ്പായിട്ട് കുറഞ്ഞു. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഇതാണ്. അപ്പം ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പം ഇത് കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് 79 വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനിലാണ്. എനിക്ക് തോന്നുന്നില്ല അത്രയും ഇത് 79 അത്രയും വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഐലൈനർ കൊള്ളാം, അത് 99 വെർത്താണ്. ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ വരച്ച് കാണിച്ചു തരാം, കണ്ടോ, നല്ല ഇത് ഉണങ്ങട്ടെ വെയിറ്റ്. അപ്പം
ഇതിന് മുന്നേ ഞാൻ ഒരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ലൈൻ കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഈ മുകളിലത്തെ ലൈൻ ഞാൻ ഇപ്പോൾ ഇട്ടതാണ്. ഇതാ പോയി ഗൈസ്, കണ്ടോ? ഇത് നമുക്ക് അത്രയും പെട്ടെന്ന് പോകുന്നില്ല. കാര്യം ഇത്തിരി കൂടി, അയ്യോ ഇത് താഴത്തല്ല, ഇത് അത്രയും പെട്ടെന്ന് പോകുന്നില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇത് പോവാനായിട്ട്. പിന്നെ ഐലൈനർ ഒന്ന് ഡ്രൈ ആവട്ടെ. പിന്നെ ഇതാ അടുത്തത് പറയാനായിട്ടുള്ളത് ഇതാണ്, ലിപ് ഗ്ലോസ് ആണ്. ലിപ് ഗ്ലോസിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ച് പറയാനുണ്ട് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, പിങ്ക് റോസ്. ഇത് പിങ്ക് റോസ് P01 അതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. 149 കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 കേട്ടോ. അപ്പോൾ 149 ഞാനിത് വാങ്ങിയത്. ഇതെന്തിനാണ് ഞാൻ വാങ്ങിയത്? കാര്യം ഒരു ലിപ്സ്റ്റിക്ക് വരെ നേരമണ്ണം യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ലിപ് ഗ്ലോസ് എന്തിന് ഞാൻ എടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം നമുക്ക് നന്നായിട്ട് എടുത്തറിയാൻ പറ്റുമല്ലോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം എനിക്കതിങ്ങനെ ഓക്കെ. അപ്പം കൊള്ളാം, കാണാൻ കൊള്ളാം. പക്ഷെ എനിക്കിത് ഇട്ടിട്ട് പോവാനൊരു ഞാൻ അത്രയും ഒരു കംഫർട്ടല്ല ഞാനിത്. അപ്പോൾ കുറച്ച് ഷോ ഓഫ്, എനിക്ക് കുറച്ച് പട്ടി ഷോ. നമ്മളെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ഇട്ടിട്ട് പോവാൻ എനിക്കിത് അത്രയും കംഫർട്ടല്ല. കാര്യം നല്ല പോലെ ലിപ് ഗ്ലോസ് ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ഒരു രസം ഞാൻ പറയാം, ഇതിൻ്റെ ഒരു കോമഡി ഞാൻ പറയാം. ഞാൻ കുറച്ച് തിരക്കുള്ള സമയത്താണ് ഞാൻ ഇത് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് തന്നെ, തിരക്ക് മീൻസ് ആടെ തിരക്കല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് വേഗം വരേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ് ഈ സാധനം. ഇത് ഞാൻ ഷെയ്ഡ് കണ്ടെടുത്തതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ലിപ് ഗ്ലോസ് ആണോ ലിപ്സ്റ്റിക് ആണോ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് ഇട്ട് നോക്കുമ്പോൾ കൊണ്ട് എണ്ണ ഇട്ട പോലെ ഒരു ഫീല്. ശരിക്കും നമ്മൾ എണ്ണ ഇടൂലേ അതുപോലെ എനിക്ക് ഉണ്ടായത്. എണ്ണ ചുണ്ടിന് തേച്ച പോലത്തെ ഒരു ഫീല്. ഞാൻ ഇതെന്ത് ലിപ്സ്റ്റിക്ക്, ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിന്നു. അപ്പോഴാണ് ശരിക്കും വായിച്ചു നോക്കുന്നത്. നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ലിപ് ഗ്ലോസ് എന്ന്. ഞാൻ എന്തിനിതെടുത്തു? അപ്പം ലിപ് ഗ്ലോസ് ആണ് ഇത്. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ആണെന്ന് തെറ്റിദ്ധരിച്ച് എടുത്തതായതുകൊണ്ട് തന്നെ ഞാൻ ഈ 149 ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പം ഞാനിത് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ടും ദാ എവിടെ വെക്കണം ഉമ്മ, കണ്ടോ പോയി ഗൈസ്. എൻ്റെ ലിപ്സ്റ്റിക്കേ പോവും കണ്ടോ അടുത്ത ഉമ്മ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? പോയി. ഞാൻ അടുത്തത് ഇവിടെ വെക്കാം. ഒരു 3 ഉമ്മയിൽ എല്ലാം പോയി. അപ്പോൾ ഇതാണ് ലിപ് ഗ്ലോസിൻ്റെ അവസ്ഥ. എനിക്ക് കാണാൻ നമുക്കിങ്ങനെ ജസ്റ്റ് കാണാം, പക്ഷേ ലാസ്റ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വലുതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇതിട്ടിട്ട് 2 ഉമ്മയെ വെക്കാൻ പറ്റുള്ളൂ. 3ാമത്തെ ഉമ്മയിൽ ലിപ്സ്റ്റിക് അടക്കം കൊണ്ടുപോകും. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയത്. ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെന്ത് പറയണം ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടപാടി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിത് എന്തിനു വാങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എനിക്ക് ആകെ ഇതിൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഈ ഐലൈനർ മാത്രമാണ് കേട്ടോ. ഈ ഐലൈനർ ഞാൻ ഇനിയും വാങ്ങും. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇനി വാങ്ങുകയില്ല. കാര്യം ഇട്ടിട്ട് കരയുന്നത് എന്തിനീ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.